കൊല്ലം കോർപ്പറേഷനിൽ ആർക്കും കേവല ഭൂരിപക്ഷമില്ല എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന വിവരം. 27 സീറ്റുകളുമായി UDF ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാവുകയാണ്. LDFന് 16 സീറ്റുകളെ നേടാൻ കഴിഞ്ഞിട്ടുള്ളൂ. കഴിഞ്ഞ തവണത്തേക്കാൾ സീറ്റുകൾ ഇരട്ടിയാക്കി 12 സീറ്റുകളിൽ NDA ജയിച്ചിട്ടുണ്ട്. കോർപ്പറേഷൻ രൂപീകരണത്തിന് ശേഷം ഇതാദ്യമായാണ് LDFന് ഭരണ പ്രതിസന്ധി ഉണ്ടാകുന്നത് എന്നതും ശ്രദ്ധേയമാണ്. വിവരങ്ങളുമായി അരുൺരാജ് കൊല്ലത്ത് നിന്ന് ചേരുന്നുണ്ട്. അരുൺരാജ്, കൊല്ലത്തെ പൊതുവെ ഇടതുകോട്ട എന്ന് നമ്മൾ വിലയിരുത്താറുണ്ട്. പക്ഷേ ഇത്തവണ കാര്യങ്ങൾ അങ്ങനെയല്ല. കേവല ഭൂരിപക്ഷമില്ലാത്ത നിലയുണ്ട്. 27 സീറ്റുകളുമായി UDF ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി മാറുന്ന നിലയുണ്ട്. അവിടെ BJP ഉണ്ടാക്കിയ മുന്നേറ്റവും ശ്രദ്ധേയമാണത് എടുത്തു പറയേണ്ടതുമാണ്. എന്താണ് സംഭവിക്കുന്നത്? നീക്കങ്ങൾ, ചർച്ചകൾ എങ്ങനെയാണ്? അരുൺരാജ്. റീജിത്ത്, കൊല്ലം കോർപ്പറേഷനിലെ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുമ്പോൾ ആർക്കും കേവല ഭൂരിപക്ഷം എത്തുന്നില്ല എന്നുള്ളതാണ്. UDF ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറുന്നുണ്ട്. 22 സീറ്റിൽ കോൺഗ്രസ് വിജയിക്കുന്നു. UDF 27 സീറ്റിലേക്ക് വിജയം എത്തുകയും ചെയ്യുന്നു. ആകെയുള്ള 56 വാർഡുകളിൽ UDF 27 വിജയിക്കുമ്പോൾ LDFന് 16 മാത്രമാണ് വിജയിക്കാൻ കഴിഞ്ഞത്. NDA 6 സീറ്റിൽ നിന്ന് 12 സീറ്റിലേക്ക് ഒരു കുതിച്ചുചാട്ടം തന്നെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. SDP 1 സീറ്റിലും വിജയിച്ചിട്ടുണ്ട്. ആർക്കും കേവല ഭൂരിപക്ഷമില്ല. ഇടതുപക്ഷത്തിന് എക്കാലവും ഉറച്ച കോട്ട അറിയപ്പെടുന്ന ഇടതുപക്ഷത്തിന് ഉരുക്കുകോട്ട എന്നറിയപ്പെടുന്ന സ്ഥലമാണ് കൊല്ലം കോർപ്പറേഷൻ. വലിയ UDF തരംഗം സംസ്ഥാനത്ത് ഉണ്ടാകുമ്പോൾ പോലും യാതൊരു ഇളക്കവും തട്ടാത്ത ഇടതുപക്ഷത്തിനൊപ്പം ചേർന്ന മണ്ണായിരുന്നു. ഇടതുപക്ഷത്തിനൊപ്പം ചേർന്ന സ്ഥലമാണ് കൊല്ലം കോർപ്പറേഷൻ. അവിടെയാണ് UDFന് 27 സീറ്റിലേക്കുള്ള ഒരു വലിയ ഒരു സീറ്റ് നില എത്താൻ കഴിഞ്ഞത് എന്നുള്ളത് ഇടത് കേന്ദ്രങ്ങളെ പോലും അത്ഭുതപ്പെടുത്തുന്നുണ്ട്. മുൻ മേയർ കൂടിയായ രാജേന്ദ്ര ബാബു, അതുപോലെ തന്നെ മേയർ ഹണി ബെഞ്ചമിൻ, ഡെപ്യൂട്ടി മേയർ വിജയ ഫ്രാൻസിസ് എന്നിവരും പരാജയപ്പെട്ടു എന്നുള്ളതാണ് ഇടത് കേന്ദ്രങ്ങളെ ഏറ്റവും അധികം ഞെട്ടിക്കുന്നത്. അതായത് തലപ്പൊക്കമുള്ള നേതാക്കളടക്കം അടിപതറുന്ന കാഴ്ചയാണ് കൊല്ലത്ത് കണ്ടത്. അരുൺരാജ്, കോർപ്പറേഷൻ ഭരണത്തിലൊരു അനിശ്ചിതത്വം നിലനിൽക്കുന്ന പശ്ചാത്തലമുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള കൂടിയാലോചനകൾ എങ്ങനെയാണ്? സീറ്റുകൾ ഇരട്ടിയാക്കുന്ന നിലയിലേക്ക് BJP പോയ പശ്ചാത്തലമുണ്ട്. മറ്റൊരു സമവായ സാധ്യതകളൊന്നും രൂപപ്പെടാനുള്ള ഒരു പൊളിറ്റിക്കൽ പശ്ചാത്തലമില്ല. എന്താണ് നേതാക്കളുടെ മനസ്സിൽ ആലോചന, അരുൺരാജ്? റീജിത്ത്, നിലവിലെ സാഹചര്യത്തിൽ സമവായ ചർച്ചകളിലേക്ക് പോകില്ല. കാരണം ഇടതുമുന്നണിയും BJP തമ്മിലൊരു സഖ്യത്തിലേക്കോ അത്തരമൊരു കൂട്ടുകെട്ടി ഇത് UDF ഭരണത്തെ താഴെയിറക്കുന്ന സംവിധാനത്തിലേക്കോ നിലവിൽ പോകാൻ ഇടയില്ല. UDF തന്നെയായിരിക്കും അധികാരത്തിലേക്ക് എത്തുക. പക്ഷേ അതൊരു സ്ഥിരമായി അസ്ഥിരപ്പെടുന്ന ഒരു ഭരണമായി തന്നെ നിലനിൽക്കുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ഏതെങ്കിലും വിഷയത്തിൽ ഒരു പൊതു തീരുമാനം എടുക്കുമ്പോൾ അതിൽ UDFന് BJPയുടെയും അതുപോലെ തന്നെ LDFന്റെയും പിന്തുണ ഇക്കാര്യത്തിൽ തേടേണ്ടി വരും. അത്തരമൊരു വിഷയത്തിലൂടെ നഗരസഭ പോകും എന്നുള്ളതാണ് കോർപ്പറേഷൻ പോകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്. ഈ BJPയുടെ വളർച്ച അത് നമുക്ക് എടുത്തു പറയേണ്ടത് തന്നെയാണ്. ചിട്ടയായ പ്രവർത്തനം, അതുപോലെ തന്നെ ചില ഡിവിഷണൽ കേന്ദ്രീകരിച്ച് BJP നടത്തിയ പ്രവർത്തനം. 6 ഡിവിഷനിലാണ് BJP കഴിഞ്ഞ തവണ വിജയിച്ചത്. അവിടെ നിന്ന് 12ലേക്ക് എത്തുക എന്ന് പറയുന്നത് BJPയെ സംബന്ധിച്ച് അവരുടെ എയിം തന്നെ 14 ആയിരുന്നു. അവിടെ നിന്ന് അവർ 12ലേക്ക് എത്തി. അതിൽ 2 പേരെ, അത് ഈ രാജേന്ദ്ര ബാബു, മുൻ മേയർ കൂടിയായ രാജേന്ദ്ര ബാബുവിനെ അവർ പരാജയപ്പെടുത്തിയത് പോലും വളരെ വലിയ വോട്ടുകൾക്കാണ്. അവരുടെ പുതിയ ഡിവിഷനാണ്. സ്വാഭാവികമായി BJP ഒട്ടും പ്രതീക്ഷിക്കാത്ത കൊല്ലത്തിന്റെ ഇടതുകോട്ടയിൽ വിള്ളൽ വീണിരിക്കുകയാണ്. ആർക്കും അവിടെ കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ കഴിയുന്നില്ല. അവിടെ UDF ആണ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാവുന്നതെന്ന് ശ്രദ്ധേയമാവുന്നു. 27 സീറ്റുകളാണ് UDFനുള്ളത്. LDFന് 16 സീറ്റുകൾ മാത്രമാണ് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. BJPയുടെ നേട്ടവും തിളക്കമുള്ളതാണ് എന്ന് പറയാതെ വയ്യ. സീറ്റുകൾ ഇരട്ടിയാക്കുന്നുണ്ട് BJP. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.